ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ടീൻ വോൾഫിൻ്റെ എപ്പിസോഡ് 7 ആണ് കാണാൻ പോകുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് സ്കോട്ടും നമ്മുടെ സ്റ്റീവും കൂടെ ചേർന്ന് ആ കോളേജിലാണെങ്കിൽ പെട്ടുപോയിരിക്കുകയാണ്. കാരണം വെളിയിലാണെങ്കിൽ ആ വോൾഫ് ഉണ്ടല്ലോ. ഇപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലാകുന്നത്. ഇത് അടയ്ക്കാനാണെങ്കിൽ ഒരു സ്പാനർ വേണം. ആ സ്പാനർ വെളിയിൽ കളഞ്ഞ് വന്നിരിക്കുകയാണ്. ശരി, ഞാൻ അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് സ്റ്റീവ് ആണെങ്കിൽ വെളിയിലേക്ക് പോയി ആ സ്പാനർ എടുക്കാൻ വേണ്ടി പോകുന്നു. എന്നാൽ ഈ സമയത്ത് ആ വോൾഫ് ആകട്ടെ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇവൻ ഓടിയാണെങ്കിൽ അകത്ത് കയറി അവിടെ ലോക്കാക്കി. ഇനി ആ ചെന്നായിക്ക് അകത്തേക്ക് വരാൻ പറ്റത്തില്ല. എന്നാൽ പോലും ഇവർക്ക് നല്ല പേടിയാകുന്നുണ്ട്. ശരി, വേറെ ഏതെങ്കിലും റൂമിൽ പോയി ഇത് അടയ്ക്കാനുള്ള എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ അവിടെ ഇരിക്കുവാണ്. ഈ സമയത്താകട്ടെ സ്റ്റീവും പറയുന്നു, വെളിയിലുള്ള ആ ചെന്നൈ ആണെങ്കിൽ നിന്റെ ആളാണോ അതോ ആൽഫയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും നമുക്ക് അപകടമാണ്. നീ കണ്ടതല്ലേ ആ ഡെറിക്കിനെ എങ്ങനെയാണ് ആ ചെന്നൈയെ കൊന്നതെന്ന്. അവനെ ആണെങ്കിൽ കൊല്ലാനേ സാധിക്കത്തില്ലെന്ന് നമ്മുടെ ഹീറോ പറയുമ്പോൾ, പിന്നെ എന്താണ് അവിടെ നടന്നത്? അവ രക്തം തുപ്പിയാണ് മരിച്ചത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് പറയുന്നു. ശരി, നമ്മുടെ വണ്ടി എവിടെയുണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ സ്റ്റീവ് ആണെങ്കിൽ അവൻ്റെ വണ്ടി നോക്കുവാണ്. വണ്ടിക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ വണ്ടിയുടെ ബോണറ്റൊക്കെ ഒന്ന് ഇളകിയിരിക്കുന്നു. എന്തെന്നാ ആ ചെന്നായി ആണെങ്കിൽ ഇവൻ്റെ വണ്ടി തന്നെ തകർത്തിരിക്കുകയാണ്. ഇനി ആ വണ്ടി എടുക്കാനേ പറ്റത്തില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വിൻഡോ പൊട്ടിച്ച് ഒരു സാധനം വന്ന് ആ റൂമിലേക്ക് വീഴുവാണ്. എന്താണ് അതെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അത് വേറൊന്നുമല്ല, ഇവരുടെ വണ്ടിയുടെ ബാറ്ററിയാണ് വന്ന് വീണിരിക്കുന്നത്. എൻ്റെ വണ്ടിയുടെ ബാറ്ററിയാണ് ഇപ്പം പോയത്. നീ അത് മിണ്ടാതിരി, നമുക്ക് എന്തെങ്കിലും ഒരു വഴി നോക്കാമെന്ന് പറയുന്നു. ശരി, നമുക്ക് ആദ്യം ഇവിടുന്ന് പോകാം, ഈ സ്ഥലം സേഫ് അല്ലെന്ന് പറഞ്ഞ് ഇവരുടെ ലോക്കർ റൂമുണ്ട്, ആ റൂമിലേക്ക് പോകുന്നു. ഇവരും ഇവിടുന്നാണെങ്കിൽ വെളിയിലേക്ക് പോയി ഡെറിക്കിൻ്റെ കാറിലെ ആ കാർ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വേറൊരു ശബ്ദം കേൾക്കുവാണ്. ആരോ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ആ വൂൾഫ് ആയിരിക്കും. ഞാൻ ഒളിച്ചിരിക്കാൻ പോവാന്ന് പറഞ്ഞ് സ്റ്റീവ് ഒരു ലോക്കറിൽ ഒളിച്ചിരിക്കുന്നു. അത് കണ്ട സ്കോട്ടും വേറെ ലോക്കറിൽ ഒളിച്ചിരിക്കുവാണ്. ആരാണ് വരുന്നതെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ഈ കോളേജിലെ വാച്ച്മാൻ ആണ് അവിടെ എത്തിയിരിക്കുന്നത്. രണ്ടുപേരെയും കയ്യോടെയാണ് ഈ പൊക്കുകയും ചെയ്യുന്നു. ഈ രാത്രി നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രണ്ടുപേരും വെളി ഇപ്പം പൊക്കോണമെന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഒച്ച ഉണ്ടാക്കുവാണ്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക് സാറെന്ന് പറഞ്ഞ് ഈ സ്കോട്ടും ഒക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവരെ രണ്ടുപേരും തള്ളി പുറത്താക്കുവാണ്. ആ വഴി പൊക്കോണെന്ന് പറഞ്ഞ് ഇയാളും കഥ കടിക്കുമ്പോൾ അയാളെ ആ റൂമിലിട്ട് തന്നെ ആ വോൾഫ് ആണെങ്കിൽ മൃഗീയമായിട്ട് കൊല്ലുകയും ചെയ്യുന്നു. അയാളുടെ ഡെഡ് ബോഡി അങ്ങോട്ട് വലിച്ചെടുത്തുകൊണ്ട് പോകുവാണ്. ഇത് കണ്ട് പേടിച്ചാണെങ്കിൽ അവരവിടെ ഇരിക്കുന്നു. ഈ സമയത്താകട്ടെ നമ്മുടെ ആലീസിനെ കാണിക്കുവാണ്. ആലീസിൻ്റെ കൂടെയാണെങ്കിൽ വേറെയും ജാക്സണും ലിതിയയും കൂടി ഉണ്ട്. 3 പേരും കൂടി ചേർന്ന് ഇങ്ങോട്ട് കറങ്ങാൻ വേണ്ടി പ്ലാൻ ഇട്ടിരിക്കുവാണ്. ശരി, നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആലീസിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് സ്കോട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ സ്കോട്ടിൻ്റെ ഫോണാണെങ്കിൽ നമ്മുടെ ഡെറിക്കിനെ പൊട്ടിച്ച് കളഞ്ഞല്ലോ, പിന്നെ ആരാന്ന് അറിയത്തില്ല. ഈ സമയത്ത് ഇവിടെ കോളേജിൽ കാണിക്കുമ്പോൾ ഇവനും പേടിച്ചാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇരിക്കുവാണ്. ഇവിടെ സ്റ്റീവിനെ നോക്കുന്ന സമയത്ത് സ്റ്റീവും പറയുവാണ്, ഇന്ന് നമ്മുടെ കാര്യം തീർന്നു, എങ്ങനെയാണ് വെളി പോകേണ്ടതെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇവരുമാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നടക്കുവാണ്. ഈ സമയത്ത് ആ വൂൾഫ് ഇവരെ തന്നെ നോക്കിയാണെങ്കിൽ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരുന്നു. രണ്ടുപേരും കൂടെ തിരിച്ചാണെങ്കിൽ ഓരോ സ്ഥലത്തേക്ക് ഓടുവാണ്. ഈ സമയത്ത് നമ്മുടെ ഹാരിസണും ലിതിയയും ജാക്സണും ഒക്കെ കൂടി ആ കോളേജിലേക്ക് മെസ്സേജ് കണ്ടുവന്നിരിക്കുകയാണ്. ഇവരെന്താണ് ഈ രാത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു പിടിയും കിട്ടുന്നില്ല. അതുമാത്രമല്ല അത് ഈ സ്കൂളും ആണെങ്കിൽ തുറന്ന് കിടക്കുകയും ചെയ്യുന്നു. ശരി, നമുക്കാണെങ്കിൽ എന്തായാലും പോകാമെന്ന് പറഞ്ഞ് ഈ ഹാരിസൺ അകത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ഇവൻ പറയുവാണ്, നീ ഒന്ന് സൂക്ഷിച്ചു പോ, അകത്ത് എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിലോ എന്ന് വിചാരിക്കുന്നു. ഹാരിസൺ ജാക്സന്റെ അടുത്ത് ചോദിക്കുവാണ്, ഈയിടെയായിട്ട് നീ ആണെങ്കിൽ എന്നോട് കുറച്ച് കെയറിങ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേര് സംസാരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ലിതിയാണെങ്കിൽ ഒരു അസൂയയുടെ കണ്ണോടുകൂടി ഇവർ തമ്മിൽ എന്താണെന്ന് പറഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ സ്കോട്ട് സ്റ്റീവും കൂടെ ചേർന്ന് ഒരു റൂമിൻ്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും ആ ചെന്നായ്ക്ക് നമ്മളെ പിടിക്കാൻ സാധിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഇവരാണെങ്കിൽ അകത്ത് തന്നെയാണെങ്കിൽ ഇരിക്കുകയാണ്. അവിടെയുള്ള കഥകളോട് നോക്കുമ്പോൾ ആകട്ടെ ആ ചെന്നായനെ കാണുന്നില്ല, ഇതെവിടെ പോയെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ലിതിയയും ജാക്സൺ ആണെങ്കിൽ ലിതിയോട് പറയുവാണ്, ഇത്രയും നേരമായിട്ട് അവൾ പോയിട്ട് അവളെ കണ്ടേയില്ലല്ലോ, അവൾ എവിടെയായിരിക്കും എന്ന് പറഞ്ഞ് ഇവനിങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ഇപ്പം ജാക്സൺ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുന്നു. അവിടെ കിടക്കുന്ന ജീപ്പ് തന്നെ തകർന്നു കിടക്കുവാണ്. ഈ ജീപ്പിന് എന്തായിരിക്കും പറ്റിയെന്ന് പറഞ്ഞ് ആ ചെന്നായ ആ ജീപ്പിന്റെ ബോണറ്റൊക്കെ തകർത്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇവർ കണ്ടിട്ട് ഇത് എന്തായിരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സ്റ്റീവ് ആകട്ടെ ആ വൂൾഫിന്റെ ശബ്ദം കേട്ട് ആദ്യം ഒന്ന് പേടിക്കുന്നു, പിന്നെ ഒച്ച ഉണ്ടാക്കുകയാണ്, നിന്നെ കൊണ്ട് ഞങ്ങളെ പിടിക്കാനേ സാധിക്കത്തില്ല, ഇനിയാണെങ്കിൽ ഇങ്ങോട്ട് നീ വരത്തേയില്ല എന്ന് പറഞ്ഞ് വായിക്ക് വന്ന ഡയലോഗൊക്കെ അതിന്റെ മുമ്പിലാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താകട്ടെ മേളിലത്തെ റൂഫൊക്കെ പൊട്ടിച്ച് അതാണെങ്കിൽ താഴേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
ആലിസൺ ഇവരെയാണെങ്കിൽ അന്വേഷിച്ച് നടക്കുന്നു. ഇപ്പോൾ ഇവരുടെ പേരൊക്കെ വിളിച്ചിട്ടും ഇവരാണെങ്കിൽ വെളിയിലേക്ക് വരുന്നുമില്ല. ഇവരെവിടെയാണെന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ഈ സമയത്താണെങ്കിൽ ജാക്സണും ലിതിയയും കൂടെ ആ സ്കൂളിൻ്റെ അടുത്താണെങ്കിൽ ആലിസനെ തേടി ഇറങ്ങുകയാണ്. ജാക്സണും ഒരു രൂപം പോകുന്ന പോലെ എന്തോ ഒന്ന് കാണുവാണ്. ഇത് കണ്ട് ഇവനും വളരെ പേടിക്കുന്നു. ഈ സമയത്ത് ആലിസനെ നോക്കുമ്പോൾ ആലിസനും ഇവരെ അന്വേഷിച്ചാണെങ്കിൽ കുറേ സ്ഥലത്തൊക്കെ പോയി നോക്കുന്നുണ്ട്. ഇവരെ കാണുന്നുമില്ല. ഈ സമയത്ത് ഇവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. ഇവളുടെ അച്ഛനാണ് വീട്ടിൽ നിന്ന് വിളിക്കുന്നത്. ഈ റിംഗ് ടു കേൾക്കുമ്പോഴേക്കും സ്കോട്ടിന് തോന്നുന്നു ഇവിടെ ആലിസൺ വന്നിട്ടുണ്ട്, അവൾ എന്തായാലും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പം സ്റ്റീവ് ആണെങ്കിൽ ആലിസനെ വിളിക്കുവാണ്. നീ എവിടെയാണുള്ളതെന്ന് ചോദിക്കുന്നു. നിങ്ങളെ തേടി ഞാൻ കോളേജിലേക്ക് വന്നതെന്ന് പറയുമ്പോൾ ശരി ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞ് ഇവർ 3 പേരുമാണ് ഈ കാണുവാണ്. നിങ്ങൾ എന്താണ് ഈ രാത്രി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം എന്ന് പറയുമ്പോഴേക്കും ജാക്സൺ ലിതി അവിടെ വരുവാണ്. നിങ്ങളും ഇവിടെയാണോ ഉള്ളതെന്ന് ചോദിക്കുന്നു. അതെ, നിങ്ങളെ തേടിയാണ് വന്നതെന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദം കേൾക്കുവാണ്. ശരി എല്ലാവരും ആണെങ്കിൽ എൻ്റെ കൂടെ വരാൻ പറഞ്ഞ് നമ്മുടെ സ്കോട്ടാണെങ്കിൽ ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്നു. പുറകെ ആ വോൾഫ് ഓടിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ഒരു റൂമിൻ്റെ അകത്ത് കയറിയിരിക്കുവാണ്. എല്ലാവരും ഈ ഡോർ അടയ്ക്കാനുള്ള എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞ് ആ കഥ കാണിക്കുക വളരെ ടൈറ്റായിട്ട് അടയ്ക്കുവാണ്. നിങ്ങൾ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറയുമ്പോഴേക്കും സ്റ്റീവ് പറയുന്നത് കേൾക്കാതെ ഇവരാണെങ്കിൽ ആ ഡോറ് വളരെ ടൈറ്റായിട്ട് അടയ്ക്കുകയാണ്. ശരി എല്ലാവരും നന്നായിട്ടാണ് ചെയ്യുന്നത്, ഇങ്ങോട്ട് നോക്കിക്കുകയാണെന്ന് പറയുമ്പോൾ ഇവരും ആണെങ്കിൽ ആ പണിയൊക്കെ ചെയ്ത് തീർക്കുവാണ്. എല്ലാവരും ആ ഡോർ അടയ്ക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടു. പക്ഷെ ഒരു കാര്യം മറന്നുപോയി, ഇത്രയും വിൻഡോ നമ്മളെങ്ങനെ അടയ്ക്കുമെന്ന് ചോദിക്കുന്നു. ഇപ്പോഴാണ് ഇവർക്ക് കാര്യം മനസ്സിലാകുന്നത്. ശരി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ സ്കോട്ടിൻ്റെ അടുത്ത് ആലിസൺ ചോദിക്കുവാണ് എന്താണ് പറ്റിയത്, വെളിയിൽ ആരാണുള്ളതെന്ന് ചോദിക്കുന്നു. സത്യം പറ, ഇവിടെ എന്താണ് നടക്കുന്നത്, എൻ്റെ അടുത്തെങ്കിലും പറയാൻ പറഞ്ഞ് സ്കോട്ടിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ സ്കോട്ടിനും ഇവരുടെ അടുത്ത് എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുവാണ്. ശരി ഇത് പറയാമെന്ന് പറഞ്ഞ് നമ്മുടെ സ്കോട്ടാണെങ്കിൽ അവരുടെ അടുത്ത് ഡെറിക്കാണ് ഇവിടെയുള്ള കൊലപാതകമൊക്കെ നടത്തുന്നതെന്ന് പറയുന്നു. അവനാണ് നമ്മളെ കൊല്ലാൻ വേണ്ടി വരുന്നതെന്ന് പറയുന്നു. ഈ ടൗണിൽ നടന്ന എല്ലാ കൊലപാതകത്തിനും കാരണം ആ ഡെറിക്കാണ്. ജാക്സണും പറയുന്നു ശരി പോലീസിനെ കോൾ ചെയ്യാൻ ഇല്ല, പോലീസിനെ കോൾ ചെയ്യാൻ പറ്റത്തില്ല, ഇവൻ്റെ കൂടെ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ലെന്ന് സ്റ്റീവ് പറയുവാണ്. നിനക്ക് ഞാനാ പ്രാന്താണ്, നിന്റെ അച്ഛൻ്റെ കൂടെ പല പോലീസുകാരും വരുവാടാ, ഒന്ന് വിളിക്കാൻ പറയുമ്പോഴേക്കും സ്റ്റീവ് സമ്മതിക്കുന്നില്ല. ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് ലിതിയാണെങ്കിൽ കോൾ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇവ പോലീസിനെ കോൾ ചെയ്ത് ഞങ്ങളൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, സ്കൂളിൽ ഒരു സൈക്കോ കില്ലർ ഉണ്ട്, വേഗം വരാൻ പറയുമ്പോഴേക്കും ഇവർ ഫോൺ കട്ട് ചെയ്യുവാണ്. എന്താ പറ്റിയെന്ന് അറിയത്തില്ല, ഇത് പ്രാങ്ക് കോൾ ആണെന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. ശരി സ്റ്റീവ് നീ എങ്കിലും വിളിക്കാൻ പറയുന്നു. നിന്നെ എന്തിനാണ് ആ ഡെറിക്ക് കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് ഇവള് ചോദിക്കുമ്പോഴേക്കും സ്കോട്ടിന് എന്താ പറയേണ്ടതെന്ന് അറിയാം. ഒരു നിമിഷം നീ ഇങ്ങോട്ടൊന്ന് വന്നേ ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് സ്റ്റീവ് ആണെങ്കിൽ സ്കോട്ടിൻ്റെ അടുത്ത് ചോദിക്കുവാണ് നീ ഇപ്പം എന്താടാ പറഞ്ഞതെന്ന്. അതിനൊരു കുഴപ്പമില്ല, അവ മരിച്ചില്ലേ, ഇപ്പം എന്ത് സംഭവിക്കാൻ പോകാനാണ്, ഇവരുടെ മുമ്പ് ഇത് പറയാനല്ലാത്ത എനിക്ക് വേറൊരു മാർഗം കിട്ടിയില്ലെന്ന് പറയുമ്പോഴേക്കും ശരി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് സ്റ്റീവ് ചോദിക്കുന്നു. അതിനെന്താ പോലീസിനെ വിളിച്ചാൽ മതി എന്ന് പറയുന്നു. എൻ്റെ അച്ഛനെ ആ ചെന്നായ കൊല്ലുന്നത് നിനക്ക് കാണണമെന്ന് ചോദിക്കുന്നു. നീ ഒന്ന് വിളിക്കാൻ പറയുമ്പോഴേക്കും ജാക്സൺ ആണെങ്കിൽ കയറി ഫോൺ തട്ടിപ്പറിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ്. ഇപ്പം ജാക്സന്റെ മുഖത്തിനിട്ടൊന്ന് കൊടുത്തിട്ട് ഇവൻ വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛനെ കോൾ ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രശ്നത്തിനാണ് അച്ഛ പെട്ടെന്ന് വരാനാണ് ഈ പറയുമ്പോഴേക്കും അവൻ്റെ അച്ഛനും ആണെങ്കിൽ ശരിയെന്ന് പറയുന്നു. അവിടെയുള്ള കഥക് പൊളിച്ചുകൊണ്ട് ആ ചെന്നായിയും വരാൻ വേണ്ടി പോകുവാണ്. ഇവരും ആണെങ്കിൽ ശരി വേറെ ഏതെങ്കിലും റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അവിടുന്ന് ഓടി വേറൊരു സ്ഥലത്തേക്കാണെങ്കിൽ പോകുന്നു. ഇപ്പം അവിടെ കയറി കഥ കടിച്ചിരിക്കുകയാണ്. അത് ഏതോ കെമിസ്ട്രി ലാബ് പോലെയാണുള്ളത്. ഇപ്പം ഇവിടെയാണെങ്കിൽ സേഫായിട്ട് ഇരിക്കാമെന്ന് പറയുന്നു. ആരെങ്കിലും ഇപ്പോൾ ഒരു ഐഡിയ പറയുമ്പോഴേക്കും ലിതിയാണെങ്കിൽ ഒരു കാര്യം പറയുവാണ്. ഇവിടെ കെമിക്കൽസ് ഒക്കെ ഇല്ലേ, അത് വെച്ച് ഒരു കാര്യം ചെയ്യാമെന്ന് പറയുന്നു. എന്താ ആസിഡ് വയ്ക്കാൻ പോവാണെന്ന് ചോദിക്കുന്നു. ആസിഡൊന്നും അല്ല, ഒരു ബോംബ് ഉണ്ടാക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഇപ്പം ഇവളും ആണെങ്കിൽ ആ കെമിക്കൽസ് ഒക്കെ വെച്ച് എന്തൊക്കെയോ ആണെങ്കിൽ പരീക്ഷണമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബുക്കിൽ വായിച്ചിട്ടുണ്ട്, ഇത് അവൻ്റെ ദേഹത്തേക്കൊന്ന് എറിഞ്ഞാൽ മതി ഒരു ബ്ലാസ്റ്റ് പോലെ ഉണ്ടാകും, അവൻ നമ്മളെ ഉപദ്രവിക്കാൻ സാധിക്കത്തില്ലെന്ന് പറയുന്നു. ഇപ്പം അവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ആര് പോകുമെന്ന് ചോദിക്കുമ്പോഴേക്കും സ്കോട്ട് പറയുന്നു ഞാൻ പോകാമെന്ന്. കാരണം ഇവന് മാത്രമേ അറിയത്തുള്ളല്ലോ ആ വോൾഫിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്, നീ ഒന്നും പോകാൻ പാടില്ലെന്ന്. ഇത് നമ്മുടെ ആലിസൺ ആണെങ്കിൽ പറഞ്ഞ് വളരെ വിഷമിക്കുന്നു. ഇല്ല ആലിസൺ എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും ആണെങ്കിൽ കിസ്സൊക്കെ കൊടുക്കുന്നു. സ്കോട്ടും ആ ലാബ് വിട്ട് വെളിയിലേക്ക് വരുവാണ്. ഇവൻ്റെ കയ്യിൽ ആ ലിതിയെ കൊടുത്ത കെമിക്കലും ഉണ്ട്. ഇപ്പം ഇവൻ ശബ്ദം കേട്ടാണെങ്കിൽ നേരെ വരുന്നത് ഹൈസ്കൂളിൽ കോർട്ട് പോലെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്കാണ് ഇവൻ നേരെ എത്തുന്നതും. ഇപ്പം അവിടെയാണെങ്കിൽ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവനും തയ്യാറായി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇപ്പം ഇവിടെ നോക്കുമ്പോൾ ആലിസൺ വളരെ വിഷമത്തിനാണ് ഇരിക്കുന്നത്. സ്കോട്ടിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ച് ഇപ്പം
ജാക്സനും പറയുന്നു അവനൊന്നും തന്നെ സംഭവിക്കത്തില്ല, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നോക്കുമ്പോൾ സ്കോട്ട് മരിച്ച സെക്യൂരിറ്റിനെ കാണുന്നു. അയാളുടെ പോക്കറ്റിൽ കുറച്ച് കീസൊക്കെ ഉണ്ട്. അതെടുക്കാൻ വേണ്ടി ഇവൻ മുകളിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താകട്ടെ ആ വോൾഫ് ആണെങ്കിൽ ഇവന്റെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവനത് എടുക്കാൻ പറ്റാതെ ഓടിപ്പോകുന്നു. ഇവിടെ ലിതിയനെ നോക്കുമ്പോൾ ലിതി ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു ബോട്ടിലിരിക്കുന്ന കാണുന്നു. നീ ഈ ബോട്ടിലിടാ അവന് കൊടുക്കാൻ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ബോട്ടിൽ അറിയാതെ മാറിപ്പോയെന്നാണ് തോന്നുന്നതെന്ന് ജാക്സൺ പറയുവാണ്. ഇപ്പോഴാണ് ഇവർക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. നമ്മുടെ സ്കോട്ട് കൊണ്ടുപോയത് വേറൊരു ബോട്ടിലാണ്. നമ്മുടെ സ്കോട്ടിനെ ആ ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സ്കോട്ടും ആ ചെന്നായിനെ ഇങ്ങനെ മുഖാമുഖം കണ്ട് നിൽക്കുന്നു. ഇപ്പോൾ ഈ ചെന്നായി അടുത്തേക്കാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവനും ആ ബോട്ടിലാണെങ്കിൽ അതിൻ്റെ നേരെ എടുത്തെറിയുവാണ്. എന്നാൽ ആ ബോട്ടിൻ്റെ അകത്തൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അതും ബ്ലാസ്റ്റ് ആകുന്നില്ല. ഇപ്പം ഇവൻ്റെ നേരെയാണെങ്കിൽ ആ ചെന്നായ നിൽക്കുവാണ്. ഇവനെ ഇങ്ങനെ കടിക്കാൻ വേണ്ടി വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വേറൊരു ശബ്ദമാണ് ഈ കേൾക്കുന്നു. ജാക്സിന് മുറിവേറ്റ പാടിൽ നിന്ന് വേദനയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ സ്കോട്ടാകട്ടെ ഒരു ചെന്നായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ്റെ ശരീരമൊക്കെ മാറി ഒരു പൂർണ്ണമായി ചെന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവ മാറിയതിനു ശേഷം നേരെ ബാക്കിയുള്ളവരെയൊക്കെ തന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ്. ഇവിടെ ജാക്സനും ആണെങ്കിൽ വയ്യാതായിരിക്കുന്നു. നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവനും ഒന്നും മിണ്ടുന്നില്ല. ഈ സമയത്ത് സ്കോട്ടും ആ ലാബിൻ്റെ അടുത്തേക്കാണെങ്കിൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഡോറ് തുറക്കാൻ വേണ്ടി പോകുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഇവനിങ്ങനെ ആലോചിക്കുകയാണ്. ഇവനും ആയിസനും ആണെങ്കിൽ ഒരുമിച്ചിരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവൻ്റെ ശരീരം പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല, വളരെ കഷ്ടപ്പെടുന്നു. ഈ സമയത്ത് അകത്തു നിന്ന് ഇവർ പറയുകയാണ് ഡോറ് തുറക്കാം, സ്കോട്ട് ആയിരിക്കും എന്ന് പറഞ്ഞ് തുറക്കാൻ വേണ്ടി പോകുമ്പോൾ ലിതിയാണ് പറയുന്നത് സ്കോട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡോറ് തുറക്കണ്ട എന്ന് പറയുന്നു. അവിടെയുള്ള വിൻഡോയിലൂടെ നോക്കുമ്പോൾ ഇവർ കാണുന്നത് സ്റ്റീവിൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ ഒരു പോലീസ് വണ്ടിയായിട്ട് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ സ്കോട്ടും ആകട്ടെ അവൻ പഴയ രൂപത്തിലേക്ക് മുഴുവനായിട്ട് മാറിയിരിക്കുന്നു. ഈ സമയത്ത് സ്റ്റീവിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത്, ഇതിനെല്ലാത്തിനും ആരാ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇതിനെല്ലാത്തിനും കാരണം ഡെറിക്കാണെന്ന് പറയുന്നു. അത് മാത്രമല്ലാതെ ഇവിടെ മൊത്തം ചെക്ക് ചെയ്തു, ഇവിടെ നിന്ന് ഒരു ഡെഡ് ബോഡി പോലും ഞങ്ങൾക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ഇത്രയും പറഞ്ഞില്ലേ, ഇതിനെല്ലാത്തിനും കാരണം ഡെറിക്കാണെങ്കിൽ ഡെറിക്കിനെ പിടിക്കുന്ന കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് സ്റ്റീവിൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ നിന്ന് പോകുകയാണ്. ഇപ്പം സ്റ്റീവ് ആണെങ്കിൽ സ്കോട്ടിൻ്റെ അടുത്ത് സംസാരിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ഇതോട് തീരുന്നെന്നാണ് വിചാരിക്കുന്നതെന്ന് പറയുന്നു. ഇല്ല, എനിക്ക് തോന്നുന്നില്ല, ആ ഫുൾ മൂൺ വരുന്നവരെ ഒരു പ്രശ്നവും തീരത്തില്ലെന്ന് പറയുന്നു. നിങ്ങളൊക്കെ കെമിസ്ട്രി ലാബിലുള്ള സമയത്ത് എനിക്ക് തന്നെ നിങ്ങളെല്ലാം തന്നെ കൊല്ലാൻ തോന്നി, എന്നെ തന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി എന്ന് പറഞ്ഞ് ഈ സ്കോട്ടാണെങ്കിൽ ഇവനോട് വളരെ വിഷമത്തോടെ സംസാരിക്കുകയാണ്. അതൊന്നും സാരമില്ല, എല്ലാം കഴിഞ്ഞില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ സ്കോട്ട് അവിടെ നോക്കുമ്പോഴേക്കും ആ ഡോക്ടറില്ലേ, ആ ഡോക്ടർ അവിടെ ഇരിപ്പുണ്ട്. ഡോക്ടർ സ്കോട്ടിൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നു, നീ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയനെന്ന് പറഞ്ഞ്. ഇപ്പോൾ ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആലിസൺ അവിടെ നിൽക്കുവാണ്. അവളാണെങ്കിൽ നടന്നു പൊക്കോണ്ടിരിക്കുമ്പോഴേക്കും ഇവൻ ഓടിച്ചെന്ന് അവളുടെ അടുത്ത് സംസാരിക്കുവാണ്. ഇപ്പോൾ ഇവനെ സംസാരിക്കുമ്പോഴേക്കും ഇതൊന്നും അവൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല. നീ എന്താണോന്ന് പറയാത്തതെന്ന് ചോദിക്കുന്നു. നിന്നോടുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ നിന്നെ വിശ്വസിച്ചു, എന്നാൽ നീ എൻ്റെ അടുത്ത് നിന്ന് പല കാര്യങ്ങളും മറച്ചു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നു. ഇല്ല, ഞാൻ നിൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞ് ഇവനെ പറയാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇനി അതിൻ്റെ ആവശ്യമില്ല, ഇനി എന്നെ വിളിക്കാൻ പോകണ്ട എന്ന് ഇവൾ പറയുവാണ്. എനിക്ക് കുറച്ച് സമയം താ, എല്ലാ കാര്യവും നിൻ്റെ അടുത്ത് ഞാൻ തുറന്നു പറയാം, എന്നെ വിശ്വസിക്കാൻ പറയുമ്പോഴേക്കും ഇവൾക്കാണെങ്കിൽ ആ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി എൻ്റെ അടുത്ത് മിണ്ടണ്ട, എല്ലാം കഴിഞ്ഞ സ്കോട്ട് എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇവനെ വിട്ട് ദൂരെ പോകുവാണ്. ഇതോടുകൂടി ഈ എപ്പിസോഡാണെങ്കിൽ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്ക് കുഞ്ഞ് കേൾക്കുക. നാളെ അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ, ബൈ ബൈ ഗൈസ്.